മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തുവെന്ന ആരോപണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് വെളിപ്പെടുത്തൽ. കർണാടകയിൽ നിന്നുൾപ്പെടെ ആളുകളെ മണ്ഡലത്തിലെത്തിച്ചു. ഇരട്ട വോട്ടുകളും വ്യാപകമായി ചേർത്തെന്നും ആരോപണം. ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ആസൂത്രണമെന്നും തെളിവുകൾ സഹിതം നിയമ നടപടി ആരംഭിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വ്യാപകമായ കൃത്രിമം വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട്. മഞ്ചേശ്വരത്തും കാസർകോട്ടും പ്രത്യേകിച്ച് ബോർഡർ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ ചില BLOമാരുടെയും സഹായം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ട് പരിശോധിച്ചു വരികയാണ്. ആവശ്യമായ എല്ലാ നടപടികളും അത്തരം കള്ളവോട്ടുകളെ അതിൽ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ശരിയായ വോട്ടർമാരല്ലാത്തവരെ കണ്ടുപിടിക്കാൻ യോജിച്ച ഒരു നീക്കത്തിന് നിങ്ങൾ തയ്യാറുണ്ടാവും. അരുൺ പൂപ്പറമ്പയാണ്. അരുൺ പൂപ്പറമ്പ, ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് PR സുനിൽ, സജോ ദേവസ്യ, രാഹുൽ സുരേഷ്, EB ജയശങ്കർ എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. വിവിധ പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. ആദ്യം നമ്മൾ മഞ്ചേശ്വരത്തെ വിഷയത്തിലേക്കാണ്. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പ്രതികരണം നമ്മൾ കേട്ടു. വലിയ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപവും ആരോപണവും. ആർക്കെതിരെയാണ് അരുൺ പൂപ്പറമ്പ? നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്? അരുൺകുമാർ, തീർച്ചയായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ട് വോട്ട് തള്ളുന്നതിന് വേണ്ടി BJP പരാതി നൽകിയത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. അത് ആ ഘട്ടത്തിൽ UDF ആണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിൻ്റെ തെളിവുകൾ സഹിതമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം ആരോപണങ്ങൾ UDF ഉന്നയിക്കുകയും ചെയ്തത്. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന BJP നേതാവ് കെ സുരേന്ദ്രൻ UDFനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ UDF ചേർത്തിട്ടുണ്ട് എന്നതാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പഞ്ചായത്തുകളിൽ, കർണാടകയോട് അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് എന്ന് നമുക്കറിയാം. അവിടുത്തെ പഞ്ചായത്തുകളിൽ വ്യാപകമായി പുറത്തുനിന്ന് മണ്ഡലവുമായി ഒരു ബന്ധമില്ലാത്ത കർണാടകയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മണ്ഡലത്തിലെത്തിച്ച് വോട്ട് ചേർത്തിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഇത്തരം നീക്കങ്ങൾ നടന്നതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിയമ നടപടി ആരംഭിക്കും. അതോടൊപ്പം ആ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടും എന്നതാണ് നിലവിൽ കെ സുരേന്ദ്രൻ പറയുന്നത്. നേരത്തെ UDF ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് അത് മറക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ BJPക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചത് എന്നുകൂടി രാഷ്ട്രീയമായി കെ സുരേന്ദ്രൻ പറയുകയാണ്. നമുക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം അറിയാം. ശക്തമായ മത്സരം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ ചെറിയ വോട്ടുകളുടെ മാറ്റം പോലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതിഫലിക്കുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളും ഇത്തരം രാഷ്ട്രീയ ചർച്ചകളും ഇനിയും ഉയരാനാണ് സാധ്യത. എന്തായാലും UDF പുറത്തുവിട്ടതുപോലെ ഈ വ്യാജ വോട്ടുകൾ ഉണ്ടെങ്കിൽ, കള്ളവോട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൂടി BJP പുറത്തുവിടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന്റെ നിയമ പോരാട്ടം തുടങ്ങും എന്നതാണ് കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ UDFന്റെ ഉൾപ്പെടെ പ്രതികരണം വരാനും ഇത് കൂടുതൽ രാഷ്ട്രീയ ചർച്ചയാകാനും മഞ്ചേശ്വരം മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് മഞ്ചേശ്വരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.